Hi, hello, welcome back to our channel. ഇന്ന് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഒരു മിനിയേച്ചർ ഗാർഡൻ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫെയറി ഗാർഡൻ ഉണ്ടാക്കാൻ പോവാണ് ഞാനും ദീപവും കൂടെ. അതായത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീടിൻ്റെ പുറത്ത് കുറച്ചൊരു സ്പേസ് ഉണ്ട്, ഒരു ചെറിയൊരു കാർ പോർച്ച് ഉണ്ട്, അവിടെ ഒരു കുഞ്ഞ് ഔട്ട്ഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ട് ഒരു ഫെയറി ഗാർഡൻ കൂടെ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചു ആ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ആ ഫൈനൽ ലുക്ക് കാണിക്കുന്നതിന് മുന്നായിട്ട് ചെറിയ ഓരോരോ വീഡിയോസായിട്ട് ഗാർഡൻ ഡെക്കോസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫെയറി ഗാർഡൻ മാത്രമായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഫെയറി ഗാർഡൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ടൊരു ഐഡിയ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഒരു വലിയ പോട്ടിൽ കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫെയറി ഗാർഡൻ. എന്നാൽ അങ്ങനെയല്ല, ഇന്ന് ഞാനൊരു പ്രത്യേക രീതിയിലാണ് അത് തയ്യാറാക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല, സാധാരണ നല്ലൊരു വലിയ പോട്ട്, നല്ല വിത്തുള്ളൊരു പോട്ടിലായിരിക്കും എല്ലാവരും ഫെയറി ഗാർഡൻ ഉണ്ടാക്കുന്നത് ഇല്ലേ. എന്നാൽ ഇന്നതിന് പകരമായിട്ട് നമ്മളൊരു കാറിൻ്റെ ഒരു പഴയ ടയറിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ആ ടയർ കുറച്ച് വൃത്തിയാക്കി അതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാനിതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരു വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ദാ ഈ ഇരിക്കുന്ന ടയറിലാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഫെയറി ഗാർഡൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പഴയ ടയർ എങ്ങനെയാണ് നമ്മളിങ്ങനെ ആക്കിയതെന്ന് ഒന്നുകൂടി പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതിന് ഒരു ആർച്ചിന് വേണ്ടിയിട്ടുള്ള ഇത് ഒരു ചെറിയൊരു ഇരുമ്പ് കമ്പിയിൽ ഈ ജൂട്ടിൻ്റെ ട്വൈൻ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്, ചരട് കെട്ടിയിട്ട്. അപ്പോൾ ഇത് മതി. അപ്പോൾ ഞാനും ദീപം കൂടെ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. ഒരു ഹൈ പറഞ്ഞു. അപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ടയറാണ്. ഇപ്പം ഒരു ദിവസം കഴിഞ്ഞുകൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഈ ഉൾഭാഗം, അതായത് ഓപ്പോസിറ്റ് സൈഡ് കവർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്ത്, അത്യാവശ്യം നല്ല കനമുള്ളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്ത് ഇതിനുള്ളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത്രയൊരു കവറിങ്ങിൻ്റെ ഇത്രയൊരു ഇതിൻ്റെ ആവശ്യമില്ല. 2 പീസ് എന്തെങ്കിലും തടിയുടെ കഷ്ണമോ എന്തെങ്കിലും ഇതുപോലെ ചെറുതെന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പം ഞങ്ങൾക്ക് ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി, എപ്പോഴും ഇരിക്കുന്നിടത്തുനിന്ന് മാറ്റി ചിലപ്പോൾ അകത്തോ ഇങ്ങനെയൊക്കെ മാറ്റേണ്ട കൊണ്ടാണ് നമ്മളതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് കവർ ചെയ്യുന്നത്. അതായത് നമ്മളില്ലെങ്കിൽ ഇത് പൊക്കുമ്പോഴത്തേക്കും മണ്ണെല്ലാം കൂടെ താഴത്തോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരു പ്ലാസ്റ്റിക് ചാക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്, ഒരു ബേസായിട്ട്. അപ്പോൾ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് പോട്ടിംഗ് മിക്സാണ്, ചെടി വെക്കാനുള്ള മിക്സാണ് ഇടാനുള്ളത്. അതിന് മുന്നേ നമ്മൾ ഫെയറി ഗാർഡനാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു ആർച്ച് പോലെ വെക്കാൻ വേണ്ടിയിട്ട്, ചെടികൾ ആർച്ച് പോലെ ആക്കാൻ അറിയത്തില്ല എത്രത്തോളം ആവുമെന്ന്, അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് വെക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഹോൾ ഇടണം ഇതിൽ. നമ്മളിനി അത് ഹോൾ ഇടുന്ന പരിപാടിയിലോട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിഡ്ത്ത് കുറച്ചുകൂടെ വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് മാറ്റാവുന്നതാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ അതിനുള്ള അത്രയും വലിയ ടൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പോകുന്നില്ല. അത് തന്നെയല്ല, നമ്മളൊരു ചെറിയ ഫെയറി ഗാർഡനാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് വിഡ്ത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇത് തന്നെ ധാരാളമാണ്. ഇത് കണ്ടോ, ഇത് പണ്ടത്തെ സിനിമയിലൊക്കെ യക്ഷീനെ തിളക്കാൻ എടുക്കുന്ന ആണി പോലെയുണ്ട്. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം ഞങ്ങളിത് ഇതിനുള്ളിൽ ഇറക്കി കേട്ടോ. ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് മണ്ണ് നിറച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ മിനിയേച്ചർ ഗാർഡനൊക്കെ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൽ നടാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സുകൾ ഏകദേശം ഒരേ സ്വഭാവം ഉള്ളതായിരിക്കണം. അതായത് ഇപ്പോൾ ചില പ്ലാന്റ്സിന് വെള്ളം കൂടുതൽ വേണ്ടതുണ്ടാവും, ചിലതിന് വളരെ കുറച്ച് വെള്ളം മതിയാവും, ചില പ്ലാന്റ്സിന് ഇപ്പോൾ സൺലൈറ്റ് ഭയങ്കരമായിട്ട് വേണ്ടതുണ്ടാവും, ചിലതിന് വേണ്ടാത്ത, അങ്ങനെ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഏകദേശം ഒരേപോലത്തെ നേച്ചറുള്ള പ്ലാന്റ്സ് ആകുമ്പോഴത്തേക്ക് നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം ഞങ്ങൾ ഇന്നിവിടെ ഈ മിനിയേച്ചർ ഗാർഡനിലോട്ട് സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്ലാന്റ്സും സെക്കുലൻസുകളാണ്.
സെക്കുലന്റ് വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സുകൾ മാത്രമേ നമ്മളിതിൽ ചെയ്യുന്നുള്ളൂ. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക്, ഗാർഡനിങ്ങിൽ ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ സെക്കുലൻസ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് വെള്ളം ഒഴിക്കാൻ വിട്ടുപോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതല്ല ഞാൻ പറഞ്ഞത്. മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പം സെക്കുലൻസുകളായിരിക്കും. ഇപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോട്ടിംഗ് മിക്സ് സെക്കുലൻസ് ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലായിരിക്കണം എടുക്കുന്നത്. സാധാരണ എല്ലാത്തിലും ആഡ് ചെയ്യുന്ന പോലെ കോക്കോ പിറ്റ് ആഡ് ചെയ്യണമെന്നില്ല ഈ സെക്കുലൻസിന്. വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെസേർട്ട് പ്ലാന്റ്സ് ആണല്ലോ. അപ്പോൾ ഇതിനൊട്ടും തന്നെ വെള്ളം ഇങ്ങനെ മോയ്സ്ചറായിട്ട് ഇരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളം ഹോൾഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നും തന്നെ ഇതിൽ വേണമെന്നില്ല. അപ്പം അങ്ങനത്തെ പോട്ടിംഗ് മിക്സ് ആക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ ജെയ്ഡാണ് ഇതിലോട്ട്. സാധാരണ ഫെയറി ഗാർഡനിലൊന്നും അധികം ആരും യൂസ് ചെയ്ത് കാണാത്ത ഒരു പ്ലാന്റാണ് ജെയ്ഡ്. പക്ഷെ നമ്മൾ ജെയ്ഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ. നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. നമ്മൾ ജെയ്ഡ് ഒരു സൈഡ് ഫുൾ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഫുള്ള് ഒരു വേലി പോലെ നമ്മൾ ജെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. ഇത് ഈ ജെയ്ഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. കട്ടിങ്സിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ചെറിയ ഈ ഗ്യാപ്പിലൊക്കെ ചെറിയ എന്താ നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ടുള്ളതിൻ്റെ ചെറിയ പീസസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം നമുക്ക് ഇവിടെ ജെയ്ഡ് വെക്കണം അല്ലേ, സെക്കുലൻസിൻ്റെ ഒരു ഇതാണ് നോക്കിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ജെയ്ഡ് വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ഹൈറ്റിൽ പ്ലാന്റ് വേണ്ടാന്നുണ്ടെങ്കിൽ താഴെ മാത്രമായിട്ടാണെങ്കിലും വെക്കാം. അപ്പോൾ എപ്പോഴും കാണുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യുന്നെങ്കിലല്ലേ ഒരു ഭംഗി ഉണ്ടാവുന്നത്. ഇല്ല എല്ലായിടത്തും കാണുന്ന പോലെ ഇരിക്കത്തില്ലേ. അപ്പോൾ ഇതാ നമ്മൾ ജെയ്ഡ് കൊണ്ടിട്ടുള്ള പരിപാടി കഴിഞ്ഞു. ഇതായിരുന്നു ഇതിൻ്റെ മെയിൻ നമ്മൾ ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ പറ്റുമോ പറ്റില്ലയോ എന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ അതോട് ഒരു പരിധി കൂടുതൽ പ്ലാന്റ്സ് നമ്മൾ കയറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയും കിട്ടില്ല, വെക്കാൻ പോകുന്നതിൻ്റെ ഭംഗിയും കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് വെക്കുന്നില്ല. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു അലോവേര വെക്കുന്നുണ്ട്. സെക്കുലൻറ്റ് തന്നെയാണല്ലോ അലോവേര. അപ്പോൾ അലോവേര വെച്ചു. ഇപ്പം ആക്ച്വലി നമ്മൾ 3 ടൈപ്പ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഒരു അലോവേര, വേറെ 2 ടൈപ്പ് ഇത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ സ്ഥിരം ചാനൽ വാച്ച് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും ഇന്നൊരു പ്രത്യേകത തോന്നുമായിരിക്കും ഇല്ലേ. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴത്തേക്ക് വേറെ എവിടെയും തന്നെയല്ല, നമ്മുടെ വീടിൻ്റെ നേരെ മുകളിലത്തെ നിലയിൽ തന്നെയാണ് നമ്മുടെ കീർത്തന വിഷ്ണുദേവ് അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടാണിത്. ഈ കാണുന്നത് കീർത്തന വരച്ചിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അവരുടെ TV വോളായിരുന്നു ഇത്. അപ്പോൾ അവളിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ പെട്ടെന്ന് നാട്ടിലോട്ട് ഷിഫ്റ്റായി പോവുകയാണ് ചെയ്തത്. നമ്മുടെ ബർത്ത്ഡേയുടെ വ്ളോഗൊക്കെ ഇല്ലേ, അതിന് ശേഷം പെട്ടെന്ന് അവർ പോയി. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ആരും വന്നിട്ടില്ല. എന്നാൽ പിന്നെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ മുകളിൽ വന്നു നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ നമ്മുടെ ബനാന ക്രീപ്പേഴ്സ് വന്നു. ഇനി നമുക്കിതിനെ ഇതിലോട്ട് ഇറക്കി വയ്ക്കാം. ഇതിൻ്റെയും പ്രൊപ്പഗേഷൻ ഈ ജെയ്ഡ് പോലെ തന്നെയാണ്. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് അത് ജസ്റ്റ് കുത്തി വെച്ചാൽ മതിയാവും. ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പ്രേയറൊക്കെ താഴെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ബോട്ടിലെടുത്ത് ജസ്റ്റ് തളിച്ചു. അപ്പോൾ കഴിഞ്ഞു ഏകദേശം. ഇനി നമുക്കിതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളാണ്. ചെറിയ വീടിൻ്റെ ഷേപ്പിലുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് ആക്ച്വലി ഇന്നലെ ഞങ്ങൾ നമ്മുടെ ആ സെറാമിക് പോട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 2 ആഴ്ച മുന്നേ. ആ
കടയിൽ പോയാൽ വാങ്ങിയത് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർക്ക് കുറേ കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ എന്നോട് ഒരുപാട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് അവിടെ ചെന്ന എല്ലാവരോടും ഒരു വലിയ താങ്ക് യു. ഫെയറി ഗാർഡനിൽ പൊതുവെ കണ്ടുവന്നിട്ടുള്ളത് ഒരു വീട് വയ്ക്കുക, അതിൽ നിന്നൊരു പാത്ത് പോലെ ഒരു റോഡ് പോലെ പെബിൾസ് ഇടുക, അങ്ങനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മാറ്റി പിടിക്കുന്ന നമ്മൾ വെറുതെ അങ്ങ് പെബിൾസ് ഇടുവാണ് കേട്ടോ. മെനക്കെടാൻ വയ്യാത്തതുകൊണ്ടൊന്നുമല്ല. ആ ലോട്ടസിൻ്റെ ഷേപ്പിലുള്ള വലുത് നമ്മൾ ലാൽബാഗിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതൊക്കെ ഇതിൽ വെക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഞാൻ വെക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപവും പറഞ്ഞു നമ്മളെല്ലാം കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഒരു പ്ലാനിൻ്റെയും ഭംഗി അറിയാണ്ടിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മെയിൻ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെയ്ഡായിരിക്കും. ഈ ജെയ്ഡിനെ ഈ ഒരു ഷേപ്പിൽ വെച്ചിരിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളിതായി വീടും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വളരെ കുറച്ച് എത്ര വെക്കാൻ പ്ലാൻ ചെയ്തോ അതിൻ്റെ 1/3 പോലും വെച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മളിത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടയറിനുള്ളിലൊക്കെ ചെയ്തത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 50 രൂപയ്ക്ക് നമ്മൾ 2 ടയറാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ വീട് ഇല്ല ആ കൂണ് അതെല്ലാം നമ്മൾ ഒരു പീസിന് 30 രൂപ അത്രയേ നമുക്ക് ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു DIYs കൊണ്ട് നമുക്ക് ഈ സാധനങ്ങൾ തന്നെ ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഇതിൻ്റെയൊക്കെ ഇവിടെ വേല് ചെയ്ത് വെക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇനി എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം ഒരു കാട് പിടിച്ച ലുക്കാവും. അതുകൊണ്ട് ഞങ്ങളിതാ ഇപ്പോൾ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. അങ്ങനെ നമ്മുടെ ഫെയറി ഗാർഡൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ചെയ്തെടുക്കാനുള്ള ടൈമും വളരെ കുറഞ്ഞ തന്നെയാണ്. അതായത് ഭയങ്കര പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു 1-1.5-2 മണിക്കൂറൊക്കെ നമുക്കിതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മെയിൻ്റനൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സെക്കുലൻ വിഭാഗത്തിലുള്ള പ്ലാന്റുകളായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.